Good morning. I am Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. ഇതിൽ നമ്മൾ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് റിവൈസ് ചെയ്ത് നമുക്ക് NCERT സൊല്യൂഷൻ മാത്രമേ സോൾവ് ചെയ്യാനുള്ളൂ. അതും സോൾവ് ചെയ്ത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി സോൾവ് ചെയ്ത് നമുക്ക് ചാപ്റ്റർ എൻഡ് ചെയ്യാൻ പറ്റും. ആദ്യം ബയോഡൈവേഴ്സിറ്റിന്റെ താഴെ വരുന്ന കുറച്ച് ഫാക്ട്സ് നമ്മൾ പഠിച്ചു. എന്താണ് ബയോഡൈവേഴ്സിറ്റി, എത്രത്തോളം ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, എത്രത്തോളം യെറ്റ് ടു ബി ഡിസ്കവേർഡ് ആണ്, ആൻഡ് വേൾഡിലെ എത്ര പെർസെന്റേജ് ഏരിയ ആണ് ഇന്ത്യ കവർ ചെയ്യുന്നത്, ആൻഡ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ എത്ര കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത്, ആൻഡ് എത്ര ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് മാറുന്നത്, അതായത് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ബയോഡൈവേഴ്സിറ്റിന്റെ. അതുകൊണ്ട് തന്നെ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ ദൂരേക്ക് ലാറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയിൽ എന്ത് ഡിഫറൻസ് ആണ് വരിക എന്ന് കണ്ടു. അതിൽ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു, ട്രോപ്പിക്കൽ റീജിയൻ ആണ് കൂടുതൽ മോർ ഡൈവേഴ്സിറ്റി നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് അതിന്റെ കുറച്ച് റീസൺസും കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കണ്ടു. ആൻഡ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രാഫ് പഠിച്ചു. ആൻഡ് നമ്മൾ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ ഒബ്സർവേഷൻ എന്താന്ന് കണ്ടു. ആൻഡ് അതിന്റെ ഫോർമുല ഇക്വേഷൻ എന്താന്ന് കണ്ടു. ആൻഡ് ആ ഇക്വേഷനിൽ എസ് എന്താണ്, എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പീഷീസ് റിച്ച്നെസ്, എ ഫോർ ഏരിയ, സെഡ് ഫോർ സ്ലോപ്പ് ഓഫ് ദി ലൈൻ, ആൻഡ് സി ഫോർ വൈ ഇന്റർസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെഡിന്റെ റേഞ്ച് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള കാര്യമൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇൻ കൺട്രി ലെവലും കോണ്ടിനെന്റ് ലെവലിലും. അത് കഴിഞ്ഞ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റേബിൾ എക്കോസിസ്റ്റം ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിന്റെ ഇമ്പോർട്ടൻസ് എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് റിഫ്ലക്ട് ആവുക നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ എന്തൊക്കെ കണ്ടു, നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ കണ്ടു, മാസ് എക്സ്റ്റിങ്ഷൻ കണ്ടു, ആൻഡ് ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മാൻ മെയ്ഡ് എക്സ്റ്റിങ്ഷൻ കണ്ടു. ആൻഡ് അതിന്റെ താഴെ വരുന്ന വേരിയസ് റീസൺസും എക്സ്പ്ലനേഷനും കണ്ടു. അത് കഴിഞ്ഞ് കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസിന്റെ താഴെ 4 ഹെഡിങ്ങിൽ നമ്മൾ പഠിച്ചു. എന്തൊക്കെ, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ വിച്ച് ഇസ് മേജർ കോസ്, ആൻഡ് സെക്കൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, തേർഡ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ആൻഡ് ഫോർത്ത് കോ എക്സ്റ്റിങ്ഷൻ. ഞാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞിരുന്നു അതിന്റെ ഓരോന്നിന്റെ താഴെയും ഓരോ റീസൺസ്, ഓരോ കോസ് കാരണം എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് ആയ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഇനി വൈ ഷുഡ് ബി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി, അത് നമ്മൾ 3 ബ്രോഡ് ആസ്പെക്ട്സ് നമ്മൾ കണ്ടിരുന്നു. ഒന്ന് നാരോലി യൂട്ടിലിറ്റേറിയൻ, അതായത് ഡയറക്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് യൂസസിന്റെ കാരണം കൊണ്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. ആൻഡ് സെക്കൻഡ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, അതെങ്ങനെയാ, എക്കോസിസ്റ്റത്തിന് നമുക്ക് ഒരുപാട് സർവീസസ് തരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ബാധ്യതയുണ്ട് ഈ ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യാൻ. ആൻഡ് തേർഡ് എത്തിക്കൽ ആൻഡ് സം മോറൽ റീസൺസ്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഹൗ ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ്. അതിൽ മെയിൻ ആയിട്ട് 2 ഹെഡിങ്ങിൽ പഠിച്ചു, ഇൻസിറ്റ്യൂ ആൻഡ് എക്സിറ്റ്യൂ. ഇൻസിറ്റ്യൂല് അഥവാ ഓൺ സൈറ്റ് കൺസർവേഷനില് നമ്മൾ അഗെയിൻ 2 പഠിച്ചു. എങ്ങനെ, ഹോട്ട്സ്പോട്ടും പ്രൊട്ടക്റ്റഡ് ഏരിയാസും. ആൻഡ് ഹോട്ട്സ്പോട്ടിന്റെ ഡിഫറെന്റ് വേരിയസ് ആസ്പെക്ട്സ് നമ്മൾ കണ്ടു. ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് ഡിഫറെന്റ് എക്സാമ്പിൾസും, അതിൽ ഓരോ എക്സാമ്പിളിന് MCQന്റെ പെർസ്പെക്റ്റീവില് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് കണ്ടു. ഇനി അത് കഴിഞ്ഞ് HC2 അല്ലെങ്കിൽ ഓഫ് സൈറ്റ് കൺസർവേഷനിൽ വേരിയസ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ഇതൊക്കെ തെറ്റിപ്പോരുത്. എങ്ങനെ, HC2 ആണോ ഇൻസിറ്റ്യൂ ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് HC2 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്പീഷീസ് എക്സ്റ്റിങ്ഷന് സസെപ്റ്റബിൾ ആവുന്നത്, അല്ലെങ്കിൽ സ്പീഷീസ് സസെപ്റ്റബിൾ ടു എക്സ്റ്റിങ്ഷന്റെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. എങ്ങനെ, ഫസ്റ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് ലോ ആയിരിക്കണം, സെക്കൻഡ് സ്മോൾ പോപ്പുലേഷൻ സൈസ് ആയിരിക്കണം, തേർഡ് ബോഡി സൈസ് എങ്ങനെയുള്ളതായിരിക്കണം, ലാർജ് ആയിരിക്കണം, ആൻഡ് ഫിക്സഡ് മൈഗ്രേറ്ററി റൂട്ട് ഉള്ളവർ കുറച്ചും കൂടി കൂടുതൽ സസെപ്റ്റബിൾ ആയിരിക്കും എക്സ്റ്റിങ്ഷന്. ആൻഡ് ഐലൻഡ് സ്പീഷീസും ഇതേപോലെ തന്നെ സസെപ്റ്റബിൾ ആവാം. ആൻഡ് ഹൈ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസും ഹൈലി സസെപ്റ്റബിൾ ആയിരിക്കും ടു എക്സ്റ്റിങ്ഷൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ചാപ്റ്റർ
ഫുൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസൈസിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഏതൊക്കെയാണ്. അതായത് മേജർ 3 ലെവൽസിലാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ ഡിസ്കസ് ചെയ്തത്. അതിൽ 3 ഏതൊക്കെയാണ്? സ്പീഷീസ് ലെവൽ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സെക്കൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, ആൻഡ് തേർഡ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, how do ecologists estimate the total number of species present in the world? എങ്ങനെയാണ് ഇക്കോളജിസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസിനെ വേൾഡിലെ എങ്ങനെയാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ആദ്യം അവരൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ ഉണ്ടാക്കും. ഏതിന്റെ? ടെമ്പറേറ്റും ട്രോപ്പിക്കൽ സ്പീഷീസ് റിച്ച്നെസിന്റെയും. ആൻഡ് ഈ റേഷ്യോനെ ബാക്കിയുള്ള ഗ്രൂപ്പ്സിലേക്ക് എക്സ്ട്രാപൊലേറ്റ് ചെയ്ത് എങ്ങനെ ഒരു ഗ്രോസ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്? ഇക്കോളജിസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസിനെ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് പോയിന്റ്, എസ്റ്റിമേറ്റിംഗ് റേറ്റ് ഓഫ് ഡിസ്കവറി ഓഫ് ന്യൂ സ്പീഷീസ്. ഏത് റേറ്റിലാണ് പുതിയ സ്പീഷീസ് ഡിസ്കവേർഡ് ആവുന്നതെന്ന് ആദ്യമേ കണ്ടുപിടിച്ച് വെക്കും. ആൻഡ് രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ ഓഫ് ദി ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ സ്പീഷീസ് റിച്ച്നെസ് ഓഫ് ഇൻസെക്ട്സ്. ആൻഡ് ഈ റേഷ്യോനെ അവര് എന്ത് ചെയ്യും? എക്സ്ട്രാപൊലേറ്റ് ചെയ്ത് ദേ കം അപ്പ് വിത്ത് എ ഗ്രോസ് എസ്റ്റിമേറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give 3 hypotheses for explaining why tropics show greatest levels of species richness. എന്തുകൊണ്ടാണ് ട്രോപ്പിക്സിന് ഗ്രേറ്റസ്റ്റ് ലെവൽ ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ഉണ്ടാവാനുള്ള കാരണം? എൻസിആർടി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ട്രോപ്പിക്കൽ റീജിയൻ ആണ് കൂടുതൽ ഡൈവേഴ്സിറ്റി. ആൻഡ് അതിന്റെ റീസൺസ് അവരെന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ്, സ്പീസിയേഷൻ എങ്ങനെയാണ്? ജനറലി ഫങ്ഷൻ ഓഫ് ടൈം ആണ്. ആൻഡ് ടെമ്പറേറ്റ് റീജിയനെ പോലെ അല്ല. എങ്ങനെ? ഫ്രീക്വന്റ് ഗ്ലേസിയേഷൻസ് ഒന്നും എവിടെയില്ല, അതായത് ട്രോപ്പിക്സിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവര് റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒരേപോലെ കഴിയും. അങ്ങനെ ഒരേപോലെ കഴിയുമ്പോൾ ഫങ്ഷൻ ഓഫ് ടൈം ആയതുകൊണ്ട് തന്നെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? സ്പീസിയേഷനും സംഭവിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ എന്തുണ്ടാവും? സ്പീഷീസ് റിച്ച്നെസ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഉണ്ടാവും. ഇനി സെക്കൻഡ് പോയിന്റ്, അവരെന്താ? ലെസ് സീസണൽ ആണ് ആൻഡ് മോർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ പ്രിഡിക്റ്റബിൾ ആണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ എങ്ങനെയായിരിക്കും? ഓർഗാനിസംസിന് അഡാപ്റ്റ് ചെയ്യാൻ ഈസിയർ ആയിരിക്കും. ആൻഡ് അവര് പതുക്കെ ഇവോൾവ് ചെയ്തും വരും. അപ്പൊ അവരുടെ സസ്റ്റൈനബിലിറ്റി കൂടും. അങ്ങനെ കോൺസ്റ്റന്റ് എൻവയൺമെന്റ് വന്നാൽ അവർക്ക് ഇറ്റ് പ്രൊമോട്ട്സ് നീഷ് സ്പെഷ്യലൈസേഷൻ ആൻഡ് അവർക്ക് എങ്ങനെ? ഗ്രേറ്റസ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് മോർ സോളാർ എനർജി, സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നു. ആൻഡ് നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി എന്തിന്റെ ഫംഗ്ഷൻ ആണ്? സൺലൈറ്റ് ആണ് മേജർ സോഴ്സ് ഓഫ് എനർജി. അപ്പൊ സൺലൈറ്റ് കൂടുതൽ കിട്ടുമ്പോൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെ? അതേപോലെ കൂടും. ആൻഡ് അതും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻസർ വൈസ് പറയുകയാണെങ്കിൽ സൺലൈറ്റ് കൂടുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, ബയോഡൈവേഴ്സിറ്റി കൂട്ടുന്നു. ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ കുറവായതുകൊണ്ട് അൺഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങനെ സ്പീസിയേഷൻ കൂട്ടുന്നു. തേർഡ് പോയിന്റ്, ഫ്രീക്വന്റ് ഗ്ലേഷിയേഷൻസ് ഒന്നുമില്ല അൺലൈക്ക് ടെമ്പറേറ്റ് റീജിയൻസ്. അതുകൊണ്ട് തന്നെ മോർ പ്രെഡിക്റ്റബിൾ കോൺസ്റ്റന്റ് എൻവയൺമെന്റിൽ നീഷ് സ്പെഷ്യലൈസേഷൻ നടക്കും. അങ്ങനെ സ്പീഷീസ് റിച്ച്നെസ്സും കൂടും. അപ്പോ ആൻസർ എന്താ കൊടുത്തിരിക്കുന്നത്? മോർ സ്റ്റേബിൾ ക്ലൈമറ്റ് ആണ്, നാച്ചുറൽ ഡിസ്റ്റർബൻസസ് കുറവാണ്, ആൻഡ് വാം ടെമ്പറേച്ചർ ഉണ്ട്, ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ട്. ഫേവറബിൾ കണ്ടീഷൻസ് പ്രൊവൈഡഡ് ആവും ഫോർ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ഡൈവേഴ്സ് സ്പീഷീസ്. ആൻഡ് ദേ റിസീവ് മോർ സോളാർ എനർജി. അതുകൊണ്ട് തന്നെ അവർ മോർ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതാണ് 3 ഹൈപ്പോത്തസിന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ ഇൻ എ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്? ആ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സ്ലോപ്പ് ഓഫ് റീഗ്രഷൻ. സ്ലോപ്പ് ഓഫ് റീഗ്രഷൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? സ്പീഷീസ് റിച്ച്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് നമുക്കറിയാം നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുന്നത് കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടിക്കൂടി വരും. അൺടിൽ ഏത് പോയിന്റ് എത്തുമ്പോൾ? ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക്. അതിനുശേഷം നമ്മൾ എത്ര ഏരിയ കൂട്ടിയാലും സ്പീഷീസ് റിച്ച്നെസ് കൂടാൻ പോകുന്നില്ല. ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഏത് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്? Z വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ്
കൺട്രി ലെവലിൽ നോക്കുമ്പോൾ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 0.1 to 0.2 ഇറസ്പെക്റ്റീവ് ഓഫ് ടാക്സോണോമിക് ഗ്രൂപ്പ്. ഏത് ടാക്സോണോമിക് ഗ്രൂപ്പ് എടുത്താലും ഓൾമോസ്റ്റ് ഈ റേഞ്ചിനുള്ളിലായിരിക്കും സെഡിന്റെ വാല്യൂ വരുന്നത്. പക്ഷെ എൻറ്റയർ കോണ്ടിനെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ കോണ്ടിനെന്റ് ലെവലിലാണ് ഡിസ്കഷൻ നടക്കുന്നതെങ്കിൽ സെഡ് വാല്യൂ റേഞ്ച് എങ്ങനെയായിരിക്കും? 0.6 to 1.2. നമ്മൾ NCERT-യിലെ ആ പാർട്ടിലേക്ക് പോവാണെങ്കിൽ ലോഗ് എസ് ഈക്വൽസ് ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. ഈ സെഡ് ആണ് സ്ലോപ്പ് ഓഫ് ദി ലൈനെ സൂചിപ്പിക്കുന്നത്. അതിനാണ് റീഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ സെഡ് കൂടുക എന്നുള്ളതിന് അർത്ഥം എന്താ? അതായത് സ്ലോപ്പും കൂടുകയാണ്, അതായത് സ്ലോപ്പ് സ്റ്റീപ്പർ ആയി വരികയാണ്. സ്ലോപ്പ് സ്റ്റീപ്പർ ആവുന്നതിനർത്ഥം ഏരിയ കൂടുകയാണ്, ഏരിയ അണ്ടർ ദി കർവ് കൂടുകയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഏരിയ കൂടുമ്പോൾ എന്ത് പറ്റും? സ്പീഷീസ് റിച്ച്നെസ്സും കൂടും. ഫ്രൂഗിവോറസ് ആനിമൽസിനും മാമൽസിനും എങ്ങനെയായിരുന്നു കണ്ടത്? സെഡ് വാല്യൂ 1.15 ആയിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. കൺട്രി ലെവലിൽ 0.1 to 0.2 ആൻഡ് കോണ്ടിനെന്റ് ലെവലിൽ 0.6 to 1.2. അതായത് സ്ലോപ്പ് കുറച്ചും കൂടി സ്റ്റീപ്പർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെഡ് വാല്യൂന്റെ സിഗ്നിഫിക്കൻസ്. ഇനി മേജർ കോസസ് ഓഫ് സ്പീഷീസ് ലോസസ് ഇൻ ജോഗ്രഫിക്കൽ റീജിയൻ. എന്തൊക്കെയാണ് മേജർ കോസസ്? അതിൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിന്റെ ഹെഡിങ്ങിന്റെ താഴെ നമ്മൾ പഠിച്ചു മേജർ കോസസ് എന്തൊക്കെയാണ്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആദ്യത്തത് വന്നു. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. അപ്പോ ഇത് 4 കോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മേജർ ഏതാന്ന് വെച്ചാൽ എന്ത് പറയും? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ് മേജർ ആയിട്ടുള്ള കോസ്. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ആൻഡ് ഇതിന്റെ താഴെ ഓരോന്നിന് താഴെ ചില എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വേരിയസ് റീസൺസ് കാരണം ഏതൊക്കെ ഓർഗാനിസംസ് ഇങ്ങനെ എൻഡേഞ്ചേർഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് ആയിട്ടുണ്ട്, അതും കൂടി അറിഞ്ഞിരിക്കുക. അതായത് ഈ പെർട്ടിക്കുലർ റീസൺ കാരണം ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എൻകൗണ്ടർ ചെയ്ത സ്പീഷീസ് ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇക്കോസിസ്റ്റം ഫങ്ഷനിങ്? ഇക്കോസിസ്റ്റം ഫങ്ഷനിങ്ങും ബയോഡൈവേഴ്സിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? വാട്ട് ഇസ് എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി? അതായത് ഒരു സ്റ്റേബിൾ എക്കോസിസ്റ്റം എന്താണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ? ഒരു സ്റ്റേബിൾ എക്കോസിസ്റ്റത്തിലെ പ്രൊഡക്ടിവിറ്റിന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതായത് മോർ കോൺസ്റ്റന്റ് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഏത് കണ്ടീഷനിലായാലും, ഏത് സമയം, ഏത് പോയിന്റ് ഓഫ് ടൈമിൽ എടുത്താലും. ആൻഡ് ഏത് തരം ഡിസ്റ്റർബൻസസ്, ബീറ്റ് മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ, ഇങ്ങനത്തെ എൻവയൺമെന്റൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ പെർട്ടുബേഷൻസിനോട് എങ്ങനെയായിരിക്കും? റെസിസ്റ്റന്റ് ആയിരിക്കണം സ്റ്റേബിൾ ഇക്കോസിസ്റ്റം ആണെങ്കിലും. ഇനി അതിന് റീ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അതിന്റെ ഇക്കോസിസ്റ്റത്തിന്റെ ഫങ്ഷനിങ് നിന്ന് പോയാൽ അല്ലെങ്കിൽ ആ റീജിയൻ എന്തെങ്കിലും പറ്റിയാൽ, ഏതെങ്കിലും കലാമിറ്റിയോ ഡിസ്റ്റർബൻസോ വന്ന് പറ്റിയാലും റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനോട് എങ്ങനെയായിരിക്കണം? കംപ്ലൈന്റ് ആയിരിക്കണം. അതായത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. അതായത് അതിന് നമ്മൾ ഏത് ടേം വെച്ചാണ് പറയുന്നത്? റെസിലിയന്റ് ആയിരിക്കണം. ഇനി സ്റ്റേബിൾ ഇക്കോസിസ്റ്റത്തിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എങ്ങനെയായിരിക്കണം? കൂടുതലായിരിക്കണം. ആൻഡ് ഫൈനലി they should be resistant to alien അല്ലെങ്കിൽ exotic species invasion. ഇത്രയാണ് ഒരു സ്റ്റേബിൾ ഇക്കോസിസ്റ്റത്തിന്റെ പോയിന്റ്സ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ഇക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? എങ്ങനെയാണ്? സ്പീഷീസ് റിച്ച്നെസ് കൂടുന്തോറും എന്ത് പറ്റും? പ്രൊഡക്ടിവിറ്റി കൂടും. ആൻഡ് ഓവറോൾ ഹെൽത്ത് ഓഫ് എ പെർട്ടിക്കുലർ ഇക്കോസിസ്റ്റം കൂടും. എങ്ങനെ? സ്റ്റെബിലിറ്റി കൂടുന്നതുകൊണ്ട്. ഇനി ഡേവിഡ് ടിൽമൻ പറഞ്ഞിട്ടുണ്ട്, ഹയർ ദി ബയോഡൈവേഴ്സിറ്റി ഹയർ വിൽ ബി ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഇക്കോസിസ്റ്റം. ആൻഡ് റിച്ച് ബയോഡൈവേഴ്സിറ്റി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? റെസിലിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്നുള്ളത് റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. അത് കൊണ്ടുവന്നതാരാ? അത് ഇമ്പോർട്ടന്റ് ആണ്. പോൾ എർലിച്ച് കൊണ്ടുവന്ന റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. അതെന്ത് പറയുന്നു? ഒരു ഇക്കോസിസ്റ്റത്തില് എല്ലാ കോമ്പണൻസും എങ്ങനെയാണ്? കണക്റ്റഡ് ആണ്. ആൻഡ് നമ്മൾ എയർപ്ലെയിന്റെ എക്സാമ്പിളോട് നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. ആൻഡ് ഓരോ സ്പീഷീസ് അവിടുന്ന് റിമൂവ് ചെയ്യുന്നോറും ഫങ്ഷനിങ് ഓഫ് ഇക്കോസിസ്റ്റം എങ്ങനെയായിരിക്കും? അഫക്റ്റഡ് ആയിരിക്കും. ആൻഡ് റിമൂവ് ചെയ്യുന്ന സ്പീഷീസ് ഏത് തരത്തിലുള്ളതാണ്? കീ സ്പീഷീസ് ആണെങ്കിൽ
അഫക്ട് ചെയ്യുന്നതും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ആൻഡ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സ്പീഷീസ് ആകുമ്പോൾ ചെറിയ അഫക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ചെറിയ രീതിയിൽ അഫക്റ്റഡ് ആവുള്ളൂ. അപ്പൊ ആ ഡിഫറൻസസും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സേക്രഡ് ഗ്രൂവ്സ് ആൻഡ് അവരുടെ റോൾ എന്താണ് ഇൻ കൺസർവേഷൻ. നമുക്കറിയാം എന്താണ് ചില ഏരിയാസ്, അതായത് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട സേക്രഡ് ഗ്രൂവ്സ് എങ്ങനെയാണ്, ഒരു ഇൻസിറ്റു കൺസർവേഷന്റെ രീതിയാണ്. ആൻഡ് ഇതിൽ എന്ത് പറ്റും, ട്രഡീഷണലി നമ്മൾ പാച്ചസ് ഓഫ് ഫോറസ്റ്റിനെ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും അറൌണ്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് വേർ ദ ലോക്കൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ടു പ്രൊട്ടക്ട് ദീസ് റീജിയൻസ്. അവരുടെ റീജിയനിൽ ഉള്ള ലോക്കൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്തിന്, ഈ പെർട്ടിക്കുലർ റീജിയൻസിന്റെ പ്രൊട്ടക്ഷന്. ആൻഡ് ഇത് എങ്ങനെയായിരിക്കും, മോസ്റ്റ്ലി ഇത് പാച്ചസ് ഓഫ് ഫോറസ്റ്റ് ആയിരിക്കും അറൌണ്ട് സം പ്ലേസ് ഓഫ് വർഷിപ്പ്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്ന റീജിയൻസ് അല്ലെങ്കിൽ പ്ലേസസ് സേക്രഡ് പ്ലേസസ് ആയിട്ട് പ്രഖ്യാപിച്ച് അവര് ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ റീജിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുമിച്ച് വരും. ഇതാണ് സേക്രഡ് ഗ്രൂപ്പ്സ്. ഇനി ഇന്ത്യയിലെ സേക്രഡ് ഗ്രൂപ്പ്സ് മേജർ ആയിട്ടും എവിടെയൊക്കെയാണ് കാണുന്നത്, വെസ്റ്റേൺ ഗാട്സ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആൻഡ് മേഘാലയ. ഇതൊക്കെ NCERT ഓൾറെഡി കൊടുത്തിരിക്കുന്നതാണ്. ആൻഡ് അവരുടെ റോൾ എന്താണ് ഇൻ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. എന്താണ്, അവിടെ മാത്രം കാണുന്ന ചില റെയർ എൻഡേഞ്ചേർഡ് ആൻഡ് എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് ലിമിറ്റഡ് ടു ഓൺലി ദാറ്റ് റീജിയൻ ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ്, അതാണ് എൻഡമിക് സ്പീഷീസ്. ഇങ്ങനത്തെ റെയർ ആയിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന വംശനാശം നേരിടാൻ ഇൻ നിയർ ഫ്യൂച്ചറിൽ നേരിടാൻ പോകുന്ന എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സേക്രഡ് ഗ്രൂവ്സിന്റെ ഉദ്ദേശം. ആൻഡ് ഇങ്ങനത്തെ സേക്രഡ് ഗ്രൂവ്സിൽ എങ്ങനെയാണ്, ഡീഫോറസ്റ്റേഷൻ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അപ്പൊ ഒരിക്കലും അത്തരം റീജിയൻസ് നശിപ്പിക്കാൻ ആരും സമ്മതിക്കില്ല. അപ്പൊ അതെങ്ങനെയാ, അത്രയും ഏരിയാസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇതാണ് അവരുടെ റോൾ ഇൻ കൺസർവേഷൻ. ആൻഡ് ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യണം, അവരെങ്ങനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് among the ecosystem services are control of floods and soil erosion, and how is this achieved by the biotic components of ecosystem. എങ്ങനെയാണ് ബയോട്ടിക് കോമ്പണൻസ് ഓഫ് ഇക്കോസിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ ഇക്കോസിസ്റ്റം സർവീസസ്, അതായത് കൺട്രോൾ ഓഫ് ഫ്ലഡ്സ് ആൻഡ് സോയിൽ ഇറോഷൻ. എങ്ങനെയാണ് ഇക്കോസിസ്റ്റം സർവീസസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഇക്കോസിസ്റ്റം സർവീസസ്, ചില ഗുഡ്സ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദി ഇക്കോസിസ്റ്റം വിച്ച് ഇസ് ഫ്രീലി അവൈലബിൾ. ആൻഡ് കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്ലാന്റിന്റെ റൂട്ട്സ് ഹോൾഡ് സോയിൽ പാർട്ടിക്കിൾസ് ടൈറ്റ്ലി. അപ്പൊ അങ്ങനെ ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് ഒരുമിച്ച് നിർത്തുമ്പോൾ എന്ത് പറ്റും, അതിന്റെ ആ എക്സിസ്റ്റ് ചെയ്യുന്ന ആ സോയിലിന്റെ ടോപ്പ് സോയിൽ ഈസിലി വാഷ് അവേ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവർ എന്തും കൂടി ചെയ്യും, ദേ ഇൻക്രീസ് പോറോസിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അപ്പൊ ഒരു പ്ലാന്റ് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സോയിൽ എങ്ങനെയായിരിക്കും, ആ ഹൈലി ന്യൂട്രിയൻ റിച്ച് ഒക്കെ ആയതുകൊണ്ട് എന്ത് പറ്റും, അവിടെ വേറെയും കുറെ ഓർഗാനിസംസ് വന്ന് താമസിക്കാൻ തുടങ്ങും. ആൻഡ് ഈ ട്രീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറെ ഓർഗാനിസംസ് അവിടെ ഉണ്ടാവാം. ആൻഡ് അതും പോരാത്തിന് ഇതിന്റെ റൂട്ട്സ് ഹൈലി ഡീപ്ലി അറ്റാച്ച് ടു ദി സോയിൽ ആയതുകൊണ്ട് ആ ഇത്രയും ഭാഗത്തെ സോയിലിനെ ആ ട്രീ അല്ലെങ്കിൽ പ്ലാന്റ് ഒരുമിച്ച് പിടിച്ചു നിർത്തും. അങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ എത്ര വലിയ റെയിനോ എന്തെങ്കിലും വലിയ എൻവയൺമെന്റൽ ഡിസ്റ്റർബൻസോ വന്നാലും ഈ മേലത്തെ ടോപ്പ് സോയിൽ വാഷ് അവേ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് തന്നെ സോയിൽ എങ്ങനെയായിരിക്കും, നല്ല പോറസും ആയിരിക്കും, ഹൈലി ഫെർട്ടൈലും ആയിരിക്കും. ഇനി കൺട്രോൾ ഓഫ് ഫ്ലഡ്സിന്റെ കേസസിലാണെങ്കിൽ എങ്ങനെയാണ്, they help in retaining water and prevent runoff of rainwater. Rainwater runoff ചെയ്യാൻ സമ്മതിക്കില്ല ആൻഡ് വാട്ടർ റീടെൻഷനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഫെർട്ടിലിറ്റിയും കാര്യങ്ങളും പോറോസിറ്റിയും ഒക്കെ കൂട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ്സ് 22% is much less than that of animals. അതായത് ആനിമൽസിന് എത്ര, around 72%. And what could be the explanations to how animals achieved greater diversification? എന്തുകൊണ്ടായിരിക്കാം
ആനിമൽസ് കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിച്ചത്? ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി 72% ആയത് എന്തുകൊണ്ടായിരിക്കാം? റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഒന്നാമത്തെ കാര്യം അറിയാം, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി ഫുൾ. അപ്പൊ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വരുമ്പോൾ നമുക്കറിയാം പ്ലാന്റ്സിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് മോട്ടൈൽ അല്ല. അപ്പൊ അവര് നിൽക്കുന്നിടത്ത് തന്നെയല്ലേ നിൽക്കുള്ളൂ, അവർക്ക് നീങ്ങാനോ അങ്ങനെയുള്ള ഹെൽപ്പ് എന്തായാലും ഇല്ല. അപ്പൊ പ്രഡേഷൻ അത് കുറച്ചും കൂടി ഒരു ലോ അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അവരുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാ? കുറച്ചും കൂടി എപ്പോഴും ലോ ലെവലായിരിക്കും ദാൻ ആനിമൽസ്. അപ്പൊ ആനിമൽസിന് ഫ്രീലി മൂവ് ചെയ്യാം. അപ്പൊ കൂടുതൽ ഒരു ഫിറ്റർ ടേംസ് ആയിരിക്കാം നമുക്ക് കാണാൻ പറ്റുക ആനിമൽസിനാണ്. അപ്പൊ നമ്മൾ റീസൺസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറെ അഡാപ്റ്റേഷൻസ് കൂടുതലും ആനിമൽസിനാണ് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ആനിമൽസിന് നെർവസ് സിസ്റ്റം ഉണ്ട്. നെർവസ് സിസ്റ്റം ടു റിസീവ് സ്റ്റിമുലൈ ആൻഡ് ഷോ റെസ്പോൺസ് അഗേൻസ്റ്റ് ദം. ഇനി പ്ലാന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ഇമ്മൊബൈൽ ആണ്. ഇമ്മൊബൈൽ ആകുമ്പോ എങ്ങനെയാ? ദേ ഹാവ് ഫ്യൂവർ എവല്യൂഷണറി അഡാപ്റ്റേഷൻസ്. ആൻഡ് ഇതുകൊണ്ട് തന്നെ ആനിമൽസ് മൊബൈൽ ആണ് ആൻഡ് ദേ കൻ അവോയ്ഡ് കോമ്പറ്റിഷൻ ബൈ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാ ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഉണ്ടാവാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്ത് ആനിമൽസ് അച്ചീവ് ഗ്രേറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ ദാൻ പ്ലാന്റ്സ്. എവല്യൂഷണറിയിൽ കുറച്ചും കൂടി സുപ്പീരിയർ ആയതുകൊണ്ടാവാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, can you think of a situation where we deliberately want to make a species extinct? How would you justify it? ഏത് സിറ്റുവേഷൻ ആണ് നമ്മൾ ആക്ച്വലി ഒരു സർട്ടൻ കൈൻഡ് ഓഫ് സ്പീഷീസിനെ ഉന്മൂലനം ചെയ്യാൻ നോക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് ആക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? അതിന്റെ എക്സാമ്പിൾ എന്തായിരിക്കും? സം ഡിസീസ് കോസിങ് ഓർഗാനിസംസ്, അതായത് ചില വൈറസസ്, ഹൈലി കണ്ടേജിയസും ഡേഞ്ചറസും ഒക്കെ ആയ വൈറസസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രത്യേകിച്ച് വലിയ റോൾ ഒന്നുമില്ല ഇക്കോസിസ്റ്റത്തിൽ, അത് കൂടുതലും നെഗറ്റീവ്ലി ആണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇറ്റ് കുഡ് ബി മെയ്ഡ് എക്സ്റ്റിങ്ക്ട്. ആൻഡ് ഇവർ ഇക്കോളജിക്കൽ ബാലൻസിനെ എഫക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ആക്ച്വലി വലിയ അതിൽ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ? അവർ കൂടുതലും നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത് മോർ ദൻ പോസിറ്റീവ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ സം ഡിസീസ് കോസിങ് ഓർഗാനിസംസ് എഴുതുക. ഫോർ എക്സാമ്പിൾ പോളിയോ വൈറസ്, സ്മോൾ പോക്സ് വൈറസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ നമുക്ക് പഠിക്കാനുള്ളത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണെങ്കിൽ, term biodiversity was utilized to describe the combined diversity at all the levels of biological organization by. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ടേം ബയോഡൈവേഴ്സിറ്റിനെ ആരാണ് ആക്ച്വലി കൊണ്ടുവന്നത്? അതിന്റെ ആൻസർ എന്താണ്? ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്ത്? ഈ സൈഡിൽ എഴുതിയ നോട്ട്സിൽ ഓൾമോസ്റ്റ് ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കവേർഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് ബയോഡൈവേഴ്സിറ്റി ടേം കൊണ്ടുവന്നത് ആരാണ്? എഡ്വേർഡ് വിൽസൺ, ഹു വാസ് എ സോഷ്യോ ബയോളജിസ്റ്റ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ടേം ബയോഡൈവേഴ്സിറ്റി വാസ് യൂട്ടിലൈസ്ഡ് ബൈ ഹൂം എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? എഡ്വേർഡ് വിൽസൺ, ഓപ്ഷൻ 3. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ലാൻഡ് ഏരിയ കവേർഡ് ബൈ ഇന്ത്യ വിത്ത് റെസ്പെക്ട് ടു ദി വേൾഡ്. ഇത് എവിടെ നിന്ന് എടുത്തതാണ്? ഡയറക്ട്ലി NCERT എടുത്തതാണ്. ഇന്ത്യ എത്ര പെർസെന്റേജ് ഓഫ് വേൾഡ്സ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്? 2.4% ഓഫ് വേൾഡ്സ് ലാൻഡ് ഏരിയ. ആൻഡ് അതിന്റെ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ എത്ര പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ ആണ് കാണുക? 8.1% ആണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യനെ എന്താക്കി പറഞ്ഞു? വൺ ഓഫ് ദി 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദി വേൾഡ്. ആൻഡ് ബാക്കിയുള്ള ഈ ഫാക്ട്സും പ്ലാന്റ് സ്പീഷീസ്, ആനിമൽ സ്പീഷീസിന്റെ നമ്പേഴ്സും അതിന്റെ എസ്റ്റിമേറ്റ്സും ഒക്കെ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. നമ്പേഴ്സ് ആർ വെരി 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 ഇമ്പോർട്ടന്റ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പൊ അതിന്റെ ആൻസർ എന്തുവരും? ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആൻസർ 8.1 ആണ് നമ്മളിപ്പോ കണ്ടത്, 8.1%. ആൻഡ് ലാൻഡ് ഏരിയ എത്രയാന്ന് കണ്ടു? ഇന്ത്യന്റെ 2.4%. അപ്പോ ആൻസർ എന്തായിട്ട് വരും? ഓപ്ഷൻ 3. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് has not aided in high species diversity of tropics?
ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ചാടിക്കറി ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഫാക്ടറാണ് ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് ട്രോപ്പിക്സിന് റീസൺ അല്ലാത്തത്? നോട്ട് എയ്ഡഡ്. അല്ലാതാണോ ഉള്ളതാണോ എന്ന് ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് എന്താ? ഫസ്റ്റ് ഓപ്ഷൻ ലെസ് സീസണൽ വേരിയേഷൻസ് പ്രൊമോട്ടിംഗ് നീഷ് ജനറലൈസേഷൻ. ഈ സെന്റൻസ് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നമുക്ക് ആക്ച്വലി ഇത് ശരിയാന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് സെന്റൻസ് തന്നെ പറഞ്ഞ എന്താണ്? സീസണൽ വേരിയേഷൻ ട്രോപ്പിക്സിന് കുറവാണ്. അപ്പോ അത് എന്തൊക്കെയോ പ്രൊമോട്ട് ചെയ്ത് സ്പീസിയേഷന് കാരണം ഉണ്ടാക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്പീഷീസ് സീസണൽ വേരിയേഷൻ കുറവായതുകൊണ്ട് അവര് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? നീഷ് ജനറലൈസേഷൻ അല്ല, നീഷ് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോ ഈ ജനറലൈസേഷൻ എന്ന ടേം എന്താണ്? തെറ്റാണ്. ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോവാം. അവൈലബിലിറ്റി ഓഫ് മോർ സോളാർ എനർജി. അതെങ്ങനെയാ? അത് ശരിയാണ്. ഹയർ പ്രൊഡക്ടിവിറ്റി, നമുക്കറിയാം ഹയർ പ്രൊഡക്ടിവിറ്റി ആണ്. സോളാർ എനർജി കൂടുന്നവരും പ്രൊഡക്ടിവിറ്റി കൂടും. ആൻഡ് ലെസ് മൈഗ്രേഷൻ, നമുക്കറിയാം ഫിക്സ്ഡ് ആയിട്ടുള്ള എല്ലാം കോൺസ്റ്റന്റ് എൻവയൺമെന്റും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവിടുത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ലെസ് മൈഗ്രേഷൻ ഒരു റീസൺ ആവാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും? ഓപ്ഷൻ 1. അതിൽ തെറ്റെന്താണ്? നീഷ് ജനറലൈസേഷൻ അല്ല, നീഷ് സ്പെഷ്യലൈസേഷൻ ആണ് കറക്റ്റ്. ഇനി ആന്ത്രപ്പോജനിക് എക്സ്റ്റിങ്ഷൻ ഇസ്. ഏതാണ് ആന്ത്രപ്പോജനിക്? ആന്ത്രപ്പോജനിക് എന്ന് വെച്ചാൽ എന്താ? മാൻമെയ്ഡ്. നമ്മളിപ്പോ ഓൾറെഡി 5 എക്സ്റ്റിങ്ഷൻ കണ്ടിരുന്നു. ആൻഡ് നമ്മുടെ പ്രഡിക്ഷൻ പറഞ്ഞത് 6th മാസ് എക്സ്റ്റിങ്ഷൻ ഒരു മാൻമെയ്ഡ് എക്സ്റ്റിങ്ഷൻ ആയിരിക്കും. അതിന്റെ ആൻസർ വരുന്നത് 6th മാസ് എക്സ്റ്റിങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് introduction of alien species into new area poses a threat to extinction of indigenous species due to. നമ്മൾ ഒരു ഇൻഡിജീനസ് സ്പീഷീസ് താമസിക്കുന്ന ഒരു റീജിയനിലേക്ക് പുതിയ എക്സോട്ടിക്കിനെ അല്ലെങ്കിൽ ഒരു പുതിയ ഏലിയൻ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ഒരു ത്രെറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ആക്ച്വലി കോസ് ഓഫ് ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്താണ്? ഹൈ ന്യൂട്രിയൻ റിക്വയർമെന്റ് അല്ല, സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ല, മോർ ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷനും നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ആൻസർ വരുന്നത് ആബ്സെൻസ് ഓഫ് ഇറ്റ്സ് നാച്ചുറൽ പ്രെഡേറ്റർ. ഓപ്ഷൻ 3 ആണ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ജനറൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ എ റീജിയൻ മേ ലീഡ് ടു. എന്താണ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ increase in plant production. Second option, decreased variability in certain ecosystem processes such as plant productivity. Third, increase in species richness. Fourth, lowered resistance to environmental perturbations such as drought. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കാണ് ഒരു റീജിയനിൽ. ആ റീജിയനിൽ വേറെ എന്ത് സംഭവിക്കും? ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുമ്പോൾ പ്ലാന്റ് പ്രൊഡക്ഷൻ കൂടുന്ന് പറയുന്നത് അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെക്കൻഡ്, ഡിക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ സർട്ടൻ ഇക്കോസിസ്റ്റം പ്രോസസ് സച്ച് എസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി. ആക്ച്വലി ഡിക്രീസ്ഡ് വേരിയബിലിറ്റി എന്നുള്ള ടേം തെറ്റാണ്. ഡിക്രീസ്ഡ് അല്ല, ഇൻക്രീസ്ഡ് ആണ്. വേരിയബിലിറ്റി ഡിക്രീസ് ആവുന്ന ആക്ച്വലി നല്ലൊരു കാര്യമാണ്. വേരിയബിലിറ്റി ഡിക്രീസ് ആവുമ്പോൾ സ്പീസിയേഷൻ നടന്ന് പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടേണ്ടതാണ്. പക്ഷെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അതിനെ കോംപ്ലിമെന്റ് എന്തായാലും ചെയ്യില്ല. അപ്പൊ അതിന്റെ ആ ഓപ്ഷൻ എന്തായി? തെറ്റായി. ഇനി ഇൻക്രീസ് ഇൻ സ്പീഷീസ് റിച്ച്നെസ്. ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുമ്പോൾ ഇൻക്രീസ് ആണോ സ്പീഷീസ് റിച്ച്നെസ് സംഭവിക്കുക? ഡിക്രീസ് ആണോ? ഡിക്രീസ് ആണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്താ പറയുന്നത്? ലോവേർഡ് റെസിസ്റ്റൻസ് ടു എൻവയൺമെന്റൽ പെർട്ടർബേഷൻ സച്ച് ആസ് ഡ്രോട്ട്. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം എന്താ? ബയോഡൈവേഴ്സിറ്റി ഇല്ലാണ്ടാവുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസും കുറഞ്ഞു വരും. ആൻഡ് അവർ കൂടുതൽ സസെപ്റ്റബിൾ ആവും ഇങ്ങനെയുള്ള എൻവയൺമെന്റൽ ഡിസ്റ്റർബൻസസിനോ പെർട്ടർബേഷൻസിനോ ഒക്കെ. ഇനി എക്സ്റ്റിങ്ഷൻ ഓഫ് പാസഞ്ചർ പീജിയൻ വാസ് ഡ്യൂ ടു. ഓപ്ഷൻ ബേർഡ് ഫ്ലൂ വൈറസ് ഇൻഫെക്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ നോൺ അവൈലബിലിറ്റി ഓഫ് ദി ഫുഡ്. തേർഡ് ഓപ്ഷൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ്. ഫോർത്ത് ഓപ്ഷൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് പ്രെഡേറ്ററി ബേർഡ്സ്. ഇത് NCERT ആക്ച്വലി എടുത്താണ്. NCERT എന്താ വന്നിരിക്കുന്നത്? പാസഞ്ചർ പീജിയൻ എപ്പോഴാണ് എക്സ്റ്റിങ്ക്ട് ആയത്? ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ്. ഇനി ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക ഇസ് ഹോം ടു.
എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ്, ഞാൻ എടുത്തപ്പോഴേ പറഞ്ഞിരുന്നു ഈ ഓരോ ടേമിന്റെയും നമ്പർ ഓഫ് സ്പീഷീസ് ഇമ്പോർട്ടന്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. അപ്പോ ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും? 3000 സ്പീഷീസ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ആക്ച്വലി എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ്? 1300 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ്. ഇനി ഫിഷസിന്റെ സ്പീഷീസ് എത്ര എണ്ണാണ്? 3000, 1300 അല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളഞ്ഞു. ഇനി എത്ര സ്പീഷീസ് ഓഫ് ആനിമൽസ് ആണ്? 427, അത് കറക്റ്റ് ആണ്. ഇനി ആംഫിബിയൻസ് എത്ര സ്പീഷീസ് ആണ്? ഇതും 427 ആണ്, 40,000 അല്ല. അപ്പൊ ആൻസർ എന്ത് വന്നു? 427 സ്പീഷീസ് ഓഫ് മാമൽസ് ആണ് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിന്റെ ആ എസ്റ്റിമേഷനിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതിൽ ആദ്യം നമ്മൾ എന്താ പറഞ്ഞിരിക്കേണ്ടത്? ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പോളിലെ ബയോഡൈവേഴ്സിറ്റി എങ്ങനെയായിരിക്കും? നമുക്കറിയാം ലാറ്റിറ്റ്യൂഡിനൽ പാറ്റേണോ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എടുത്ത് നോക്കിയപ്പോ ഇക്വേറ്റർ നിന്ന് പോളിലേക്ക് മാറുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഇനി അപ്പൊ അതെന്തായിരിക്കും? അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി ഇറ്റ് ഷോസ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ഓൾട്ടിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്, അതും എങ്ങനെയാണ്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഗ്രേഡിയന്റ് കാണിക്കുന്ന നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനി തേർഡ് ഓപ്ഷൻ എന്താ? ഇറ്റ് ഇൻക്രീസസ് as we move from കൊളംബിയ ടു ഗ്രീൻലൻഡ് വയ ന്യൂയോർക്ക്. എങ്ങനെയാണ്? കൊളംബിയ നമ്മൾ എവിടെയാണ് കണ്ടത്? ഓൾമോസ്റ്റ് നിയർ ഇക്വേറ്റർ റീജിയൻ ആണ് കൊളംബിയ കണ്ടത്. ഇനി ഗ്രീൻലൻഡ് എവിടെയായിരുന്നു? പോൾസിലേക്കാണ്. ആൻഡ് ന്യൂയോർക്ക് അതിന്റെ നടുക്കായിട്ട് വരും. അപ്പോ ഇക്വേറ്ററിന് പോൾസിലേക്ക് പോകുമ്പോ എങ്ങനെയാണ്? ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻക്രീസസ് എന്നുള്ള ടേം തെറ്റാണ്. എന്താണ് ഉണ്ടാവുന്നത്? ഡിക്രീസസ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതായി? ഓപ്ഷൻ 3. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. വെരി ഹാർഷ് കണ്ടീഷൻസ് ബ്രിങ് അബൌട്ട് റിഡക്ഷൻ ഇൻ ഇറ്റ്, അതും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിനെ പറ്റിയാണ്. അപ്പൊ ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ എന്ത് പറ്റും? പ്രൊഡക്ടിവിറ്റി എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ആൻഡ് വിത്ത് ലാർജ് വേരിയേഷൻ ഫ്രം ഇയർ ടു ഇയർ ക്യാൻ ബി സീൻ. നമുക്കറിയാം ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ വേരിയേഷൻ എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. അതായത് മോർ ഇൻ എ കോൺസ്റ്റന്റ് ലെവലിലായിരിക്കണം വേരിയേഷൻ. അപ്പൊ ലാർജ് എന്ന് പറയുന്നത് എന്തായി? തെറ്റായി. അപ്പൊ അവിടെ എന്ത് വരണം? സ്മോൾ എന്ന് വരണം. അപ്പൊ ആ സെന്റൻസ് തെറ്റി. ഇനി മസ്റ്റ് ബി റെസിസ്റ്റന്റ് ടു ഇൻവേഷൻ ബൈ ഏലിയൻ സ്പീഷീസ്, അതെങ്ങനെയാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവര് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി റെസിസ്റ്റന്റ് ആയിരിക്കണം എപ്പോഴും. ഇനി തേർഡ് എന്ന് പറയുന്നത് ഹാവിംഗ് ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാറ്റ് ഡസ് നോട്ട് ഷോ റെസിസ്റ്റന്റ് ഓർ റെസിലിയൻസ് ടു ഒക്കേഷണൽ ഡിസ്റ്റർബൻസസ്. ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് എങ്ങനെയാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിലിയൻസ് കാണിക്കണം. അപ്പോ അവിടെ തെറ്റെന്താണ്? ഡസ് നോട്ട് ഷോ എന്നുള്ളതാണ് തെറ്റ്. ദാറ്റ് ഡസ് ഷോ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ റെസിലിയൻസ് എന്നായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. ഇനി അവരുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എങ്ങനെയായിരിക്കണം? ലോ അല്ല, ഹൈ ആയിരിക്കണം. അപ്പോ ഇതിൽ എല്ലാം നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻ 2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദ IUCN Red List 2004 documents the extinction of 784 species in the last 500 years. The one which is not included among recent extinctions is. അപ്പോ ഇത് ആക്ച്വലി പിഗ്മി ഹോഗ് ഫസ്റ്റ് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് പറയും, നമ്മൾ വിചാരിക്കും NCERT കൊടുത്തിട്ടില്ല അപ്പൊ ക്വസ്റ്റ്യൻ ഡിഫിക്കൾട്ട് ആയിരിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഫുൾ ഓപ്ഷൻ വായിച്ച് അസസ് ചെയ്യുന്നത് വരെ നമ്മൾ ഇങ്ങനത്തെ അസംഷൻസ് ഒന്നും കൊണ്ടുവരരുത്. അപ്പോ പിഗ്മി ഹോഗ് നമുക്കറിയില്ല, അതവിടെ വിട്ടു. സ്റ്റെല്ലോ സീക്കവ് അത് നമുക്കറിയാം, NCERT പറയുന്നുണ്ട് അത് എക്സ്റ്റിങ്ക്ട് ആയി എന്നുള്ളത്. അപ്പൊ അത് എക്സ്റ്റിങ്ക്ട് ആയി. ആൻഡ് തൈലസീൻ നമുക്കറിയാം, അതും എക്സ്റ്റിങ്ക്ട് ആയി. ഫോർത്ത് ഓപ്ഷനായ ക്വാഗയും എക്സ്റ്റിങ്ക്ട് ആയി. അപ്പോ ദാറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ്. ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് വെച്ചാൽ എന്തായിരിക്കും ആൻസർ? പിഗ്മി ഹോഗ്. കാരണം അതിനെപ്പറ്റി പറയുന്നേ ഇല്ല ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററിൽ. അപ്പോ എക്സ്ക്ലൂഷൻ വഴി നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കണം. ഇനി
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഇൻകറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്ട് ടു സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. എന്താണ് അഗൈൻ അതിന്റെ നമ്പർ ആണ്, ഇൻകറക്റ്റ് മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നറിയാം. ബേർഡ്സ് 1300 ആണ്, റെപ്റ്റൈൽസ് 378 ആണ്, മാമൽസ് 427 ആണ്. അപ്പൊ ഫിഷസ് ആണ് ഇതിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇൻകറക്റ്റ് മാച്ച് ഏതാണ്? ഫിഷസ് 40,000. ഫിഷസ് ആക്ച്വലി എത്രയാണ്? 3000 സ്പീഷീസ് ആണ്. ഇനി നമ്പർ ഓഫ് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ ഇന്ത്യ റെസ്പെക്റ്റീവ്ലി. ആ നമ്പർ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എത്രയാണ്? ബയോസ്ഫിയർ റിസർവ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു 14 ആണ് ഇൻ നമ്പർ. ഇനി നാഷണൽ പാർക്സ് എത്രയായിരുന്നു? 90. ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എത്രയായിരുന്നു വേണ്ടത്? 448. ഓപ്ഷൻ ഏത് വരും? കറക്റ്റ് ഓപ്ഷൻ 14, 90 and 448. ഓപ്ഷൻ 2. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്ക് ദി കറക്റ്റ് മാച്ച്ഡ് പെയർ. ഏതാണ് കറക്റ്റ് മാച്ച് ചെയ്തിരിക്കുന്ന പെയർ? ഏതാണ്? HCT കൺസർവേഷൻ, സീഡ് ബാങ്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സീഡ് ബാങ്ക്സ് എങ്ങനത്തെയാണ്? HCT കൺസർവേഷൻ ആണ്. ബയോഡൈവേഴ്സിറ്റി HCT ഇൻസിറ്റു തമ്മിലുള്ള എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസും കൂടുതലും ചോദിക്കുന്നതാണ്. അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും അറിഞ്ഞിരിക്കുക. ഒന്നും നോക്കിയില്ലെങ്കിലും മിനിമം അതും മറ്റേ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിന്റെ സ്പീഷീസിന്റെ എണ്ണവും ജസ്റ്റ് നോക്കിയിരിക്കുക. അതെന്തായാലും മസ്റ്റ് നോ ആണ്. അപ്പൊ HCT കൺസർവേഷൻ ആണ്, സീഡ് ബാങ്ക്സ്. അപ്പൊ അതെന്തായി? കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ എർത്ത് സമ്മിറ്റ് ജോഹന്നസ്ബർഗില എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അത് അവിടെ എന്ത് വരണം? റയോ ഡി ജനീറോ. ആൻഡ് ഏത് ഇയർ ആണെന്നും കൂടി അറിഞ്ഞിരിക്കുക, 1992. ഇനി ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ക്രയോ പ്രിസർവേഷൻ ആണ്. നമുക്കറിയാം ക്രയോ പ്രിസർവേഷൻ എങ്ങനെ ഓൺ ദ സൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്? അല്ല, പ്രത്യേക ടെമ്പറേച്ചറിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് എക്സ്റ്റേണലി ചെയ്യുന്നതാണ്, അതായത് ഓഫ് ദി സൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും? HCT ആയിരിക്കും, നോട്ട് ഇൻസിറ്റു. ഇനി ഇക്വഡോർ ഇസ് എ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെമ്പറേറ്റ് എന്നുള്ളത് തെറ്റാണ്, ആക്ച്വലി ട്രോപ്പിക്കൽ ആണ് ഇക്വഡോർ. ഇനി ഞാൻ ജസ്റ്റ് ചോദിക്കാണ്, നമ്മൾ ഓൾറെഡി ഇത്രയും ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, കുറെ ടാക്സോണോമിക് ഗ്രൂപ്പ്സ് ഉണ്ട്. ആൻഡ് ഈ മോസ്റ്റ് ഓഫ് ദി ടാക്സോണോമിക് ഗ്രൂപ്പ്സിനും എസ്റ്റിമേറ്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ചോദിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, സ്പീഷീസ് ഇൻവെന്ററീസ് ആർ മോർ കംപ്ലീറ്റ് ഇൻ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഓപ്ഷൻസ് തരാണ്. ട്രോപ്പിക്കൽ റീജിയൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുകയാണ്, ട്രോപ്പിക്കൽ റീജിയൻ. സെക്കൻഡ് ഓപ്ഷൻ ടെമ്പറേറ്റ് റീജിയൻ. തേർഡ് ഓപ്ഷൻ ആർട്ടിക് റീജിയൻ. ഫോർത്ത് ഓപ്ഷൻ അന്റാർട്ടിക് റീജിയൻ. ഇനി ചോദിക്കുകയാണ്, ഇതിൽ ഏതിലാണ് സ്പീഷീസ് ഇൻവെന്ററീസ് കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്? ആൻഡ് ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി ടെമ്പറേറ്റ് റീജിയൻ. കാരണം എന്താ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, ട്രോപ്പിക്കൽ റീജിയനിൽ സ്പീഷീസ് റിച്ച്നെസ് അത്രയും കൂടുതലാണ്. അപ്പൊ മോർ ദ സ്പീഷീസ് റിച്ച്നെസ്, എല്ലാത്തിന്റെയും എസ്റ്റിമേറ്റ് എടുക്കുക എന്നുള്ളത് അത്രയും ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പോ ഇൻവെന്ററീസിൽ ഏറ്റവും കുറവായിരിക്കും കൂടുതൽ റിച്ച്നെസ് ഉള്ള റീജിയനിൽ. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ടെമ്പറേറ്റ് റീജിയൻ. കാരണം എന്താ? അത് ചെറുതാണ്. ടെമ്പറേറ്റ് റീജിയൻ ചെറുതായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്പീഷീസ് റിച്ച്നെസ്സേ ഉള്ളൂ. അപ്പൊ മോർ ചാൻസ് ആണ് കൂടുതൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഇൻവെന്ററീസ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, സിലക്ട് ആൻ ഇൻകറക്റ്റ് മാച്ച്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ബിൽ, കൊല്ലം തന്നിരിക്കുന്നത് 2002. സെക്കൻഡ് ഓപ്ഷൻ ഫോറസ്റ്റ് ആക്ട്, അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വർഷം തന്നിരിക്കുന്നത് 1972. മൂന്നാമത്തത് വേൾഡ് സമ്മിറ്റ് തന്നിരിക്കുന്നത് 2002. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതും തന്നിരിക്കുന്നത് 1972. ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചത്. ഇതൊന്നും NCERT കൊടുത്തിട്ടില്ല. ആൻഡ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആക്ട് 1972 അല്ല, 1980 ആണ്. അപ്പൊ ബാക്കി നമുക്ക് എന്ത് മനസ്സിലായി? ബയോഡൈവേഴ്സിറ്റി ബില്ല് ഏത് വർഷമാണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ എന്ത് പറയും? 2002.
ആൻഡ് വേൾഡ് സമ്മിറ്റ് നടന്നത് അഗെയിൻ 2002. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എപ്പോഴാണ്, ഏത് കൊല്ലാണ്? 1972. ഈ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഇത് NCERT കൊടുത്തിട്ടില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി എടുത്ത് നോക്കുമ്പോൾ എത്ര ഹോട്ട്സ്പോട്ട് ആണെന്നാണ് ചോദിച്ചത്. അപ്പോ നമ്പർ ഓഫ് ഹോട്ട്സ്പോട്ട്സ് ഇൻ ഇന്ത്യ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ? ഓപ്ഷൻ നാലെണ്ണം എന്തായാലും ഉണ്ടോ? 3, 5, 6, 7 ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ വരുന്നത് എത്രയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, 3 ഹോട്ട്സ്പോട്ട്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ് ആണ്. അതിൽ ചൂസ് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ. ആൻഡ് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് ബീറ്റിൽ ഇസ് ഗ്രേറ്റർ ദാൻ ഫിഷ് ഡൈവേഴ്സിറ്റി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് ഫിഷസ് ഇസ് ഗ്രേറ്റർ ദാൻ ആൻഡ്സ് ഡൈവേഴ്സിറ്റി. ഇതെന്താ SD എന്ന് പറയുന്നത് തൽക്കാലം സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആയിട്ടും മനസ്സിലാക്കിക്കൊള്ളാം. ആൻഡ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർക്കിഡ് ഈക്വൽസ് ആൻഡ്സിന്റെയും ഓർക്കിഡ്സിന്റെയും സ്പീഷീസ് ഡൈവേഴ്സിറ്റി സെയിം ആണ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർക്കിഡ് ഇസ് ഈക്വൽ ടു ഫിഷസ് ഡൈവേഴ്സിറ്റി. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് NCERT എവിടെയായിരിക്കും? ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫിൽ. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് പോലും നമ്മൾ ലീവ് ചെയ്യരുത്. അത് ഓരോ ലൈനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ സ്പീഷീസ് ഓഫ് ആൻഡ്സ് എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? 20,000. ബീറ്റിൽസ് എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയാം, ഇൻസെക്ട്സിന് നല്ല സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻസെക്ട്സിന് തന്നെ ആയിരിക്കുമല്ലോ, 3 lakh. ഇനി ഫിഷസിന് 28,000 ആൻഡ് ഓർക്കിഡ്സിന് 20,000. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോ എന്തൊക്കെയാ കണ്ടത്? 20,000 ഫോർ ആൻഡ്സ്, 3 lakh ഫോർ ബീറ്റിൽസ്, 28,000 ഫോർ ഫിഷസ്, 20,000 again ഫോർ ഓർക്കിഡ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർക്കിഡ് ഇസ് ഈക്വൽ ടു ഫിഷസ് എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ഫോർത്ത് ഓപ്ഷൻ തെറ്റാണ്. കാരണം എന്താ? ഓർക്കിഡിന് 20,000 ആണ്, ഫിഷസിന് 28,000 ആണ്. ഇനി തേർഡ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഓർക്കിഡും ആൻഡ്സും ഈക്വൽ ആണ്, കാരണം രണ്ടിനും 20,000 ആണ്. അപ്പൊ ഇതെന്തായി? ശരിയായി. ഇനി ഫിഷസും ആൻഡ്സും കമ്പയർ ചെയ്യുമ്പോൾ ഫിഷസിന് കൂടുതലാണ്, അപ്പൊ ഇതും ശരിയായി. ഇനി ബീറ്റിൽ ഇസ് ഗ്രേറ്റർ ദാൻ ഫിഷസ്. ഓബ്വിയസ്ലി ബീറ്റിൽ ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട് ഗ്രൂപ്പിന് ഓൾറെഡി സ്പീഷീസ് ഡൈവേഴ്സിറ്റി എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് എച്ച്2 കൺസർവേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ 1 നാഷണൽ പാർക്ക്, ഓപ്ഷൻ 2 വൈൽഡ് ലൈഫ് സഫാരി, ഓപ്ഷൻ 3 വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഓപ്ഷൻ 4 സേക്രഡ് ഗ്രൂപ്പ്സ്. അപ്പോ ഞാൻ ഓൾറെഡി പഠിക്കുമ്പോൾ പറഞ്ഞു H2 കൺസർവേഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇതിൽ ഏതാണ് H2 കൺസർവേഷൻ എക്സാമ്പിൾ? നമുക്കറിയാം വൈൽഡ് ലൈഫ് സഫാരിയാണ് H2 കൺസർവേഷന്റെ എക്സാമ്പിൾ. ബാക്കി മൂന്നും ഇൻസിറ്റു ആണ്. നാഷണൽ പാർക്ക് ആയാലും വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയാലും സേക്രഡ് ഗ്രൂപ്പ്സ് ആയാലും ഇൻസിറ്റു ആണ്. ആൻഡ് അടുത്തത് ഓർമ്മിക്കേണ്ടത് ഈ സഫാരിയും സാങ്ച്വറിയും മാറിപ്പോരുത്. സഫാരി H2, സാങ്ച്വറി ഇൻസിറ്റു. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനോട് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് വിത്ത് റെസ്പെക്ട് ടു ഈവിൽ ക്വാർട്ടറ്റ്. ഓപ്ഷൻ 1 പറയുന്നത് ഹാബിറ്ററ്റ് ഫ്രാഗ്മെന്റേഷൻ റെഡ്യൂസസ് ദി എഡ്ജ് ഏരിയ ആൻഡ് ഇൻക്രീസസ് ദി കോർ ഏരിയ.
ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ ഓൺ ദ വേ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഹാബിറ്ററ്റ് ഫ്രാഗ്മെന്റേഷൻ എഡ്ജ് ഏരിയ കുറക്കുന്നു ആൻഡ് കോർ ഏരിയ കൂട്ടുന്നു എന്ന് പറയുന്നത്. ഒരു ഹാബിറ്റാറ്റ് എടുത്ത് നോക്കിയാൽ അതില് നടുക്കുള്ള ഭാഗം കോർ ഏരിയ ആയിട്ടും ഈ അറ്റത്തുള്ള ഭാഗം എഡ്ജ് ഏരിയ ആയിട്ടുമാണ് നമ്മൾ പറയുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ ഇത് ഫ്രാഗ്മെന്റഡ് ആയി വിചാരിച്ചോ, പല ഫ്രാഗ്മെന്റ്സ് ആയി വിചാരിച്ചു. അപ്പോ ഇവര് പറയാണ് കോർ ഏരിയ കൂടും ആൻഡ് എഡ്ജ് ഏരിയ കുറയുന്നു. അങ്ങനെ ഒരു പ്രതിഭാസം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഉള്ള ഏരിയ അതേപോലെ തന്നെ, ജസ്റ്റ് ഡിഫറൻസ് എന്താ, ആ ഹാബിറ്റാറ്റ് സെപ്പറേറ്റ് ആയി പോയി. അപ്പൊ ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ വെച്ചാൽ എന്ത് പറയും? ആ സെന്റൻസ് തെറ്റാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ് ഇസ് ദി മേജർ കോസ് ഓഫ് ഈവിൽ ക്വാർട്ടറ്റ്. 4 റീസൺസിൽ മേജർ ഹാബിറ്റാറ്റ് ലോസ് ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ശരിയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തോ പറഞ്ഞിരുന്നു. ഹാബിറ്റാറ്റ് ലോസ് ഇൻ ഫ്രാഗ്മെന്റേഷൻ ആണ് മേജർ കോസ്. ഏതില്? 4 ഈവിൽ ക്വാർട്ടറ്റിലും മേജർ കോസ് ഹാബിറ്റാറ്റ് ലോസ് ഇൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇനി തേർഡ് ഓപ്ഷൻ പറയുന്നത് പാർത്തീനിയം is an exotic species and is harmful for ecosystem എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഇത് കണ്ടാൽ ആക്ച്വലി ശരിയാന്ന് തോന്നും, പക്ഷെ പാർത്തീനിയം എക്സോട്ടിക് സ്പീഷീസും ആണ്. പക്ഷെ എക്കോസിസ്റ്റത്തിന് ഹാംഫുൾ ആവാനുള്ള റീസൺ അത് എക്സോട്ടിക് ആയതുകൊണ്ടല്ല, ഇൻവേസീവ് ആയതുകൊണ്ടാണ്. ഇൻവേസീവ് ആയതുകൊണ്ടാണ് ഹാംഫുൾ ഫോർ എക്കോസിസ്റ്റം നമ്മൾ പാർത്തീനിയത്തിനെ വിളിക്കുന്നത്. അപ്പൊ അതെന്തായി? അതും തെറ്റായിട്ടുള്ള ഓപ്ഷനായി. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ റിസൾട്ടഡ് ഇൻ എക്സ്റ്റിങ്ഷൻ ഓഫ് വാട്ടർ ഹയസിന്ത് ഫ്രം ഇന്ത്യ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, പക്ഷെ വാട്ടർ ഹയസിന്ത് ഇന്ത്യയിൽ നിന്ന് എക്സ്റ്റിങ്ക്ട് ആയോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും? എക്സ്റ്റിങ്ക്ട് ആയിട്ടില്ല. അപ്പൊ ഓപ്ഷൻ എന്തായി? അതും തെറ്റായി. അപ്പൊ ഈവിൽ ക്വാർട്ടറ്റിന് റെസ്പെക്ടിവ്ലി വിത്ത് റെസ്പെക്ട് ടു ഈവിൽ ക്വാർട്ടറ്റ് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഹാബിറ്ററ്റ് ലോസ് ആണ് മേജർ കോസ് ഓഫ് ഈവിൽ ക്വാർട്ടറ്റ്. അതാണ് മേജർ 1 എന്ന് പറയുന്ന പോയിന്റ് ഹാബിറ്ററ്റ് ലോസിന്റേതാണ്. ബാക്കിയുള്ളതിന്റെ തെറ്റ് ഏതാണ് എവിടെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഏത് ചാപ്റ്റർ കഴിഞ്ഞു? ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ കഴിഞ്ഞു. ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മേജർ ആയിട്ട് എന്താണ്? നമ്പേഴ്സും ഫാക്ട്സും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റും ബാക്കിയുള്ള ഇന്ത്യയിലെ നമ്പർ ഓഫ് ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, അതിന്റെ എല്ലാം സ്പീഷീസ് യെറ്റ് ടു ബി ഡിസ്കവേർഡ് തന്നിട്ടുള്ള കുറെ ഉണ്ട്, ആൻഡ് കണ്ടുപിടിച്ചത് ഓൾറെഡി ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്സിറ്റു ആൻഡ് ഇൻസിറ്റു, പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതായത് ഈവിൽ ക്വാർട്ടറ്റ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഈ കാര്യങ്ങളിൽ കൂടുതൽ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഏത്? മറ്റേ സെഡ് വാല്യൂം സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഏത് ചാപ്റ്റർ തീർന്നു? ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്റർ തീർന്നു. താങ്ക് യു.